നമസ്കാരം. ടൈം മീഡിയയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെയൊക്കെ കൈവശമുള്ള ഭൂമിയുമായി ബന്ധപ്പെട്ട ആധാരം സംബന്ധിച്ച് ചില മാറ്റങ്ങൾ വന്നിരിക്കുന്നത് ശ്രദ്ധിക്കുക. എല്ലാ ഭൂ ഉടമകളും ഈ പ്രധാനപ്പെട്ട വാർത്ത ശ്രദ്ധിക്കുക. അതോടൊപ്പം എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. മുൻപ് സാധുവായ ഒരു വിൽപത്രം കയ്യിലുണ്ടെങ്കിൽ അവകാശം സ്ഥാപിക്കൽ വളരെ എളുപ്പമായിരുന്നു. വിൽപത്രത്തിൽ ആരുടെ പേരാണോ അവർക്ക് അനുകൂലമായ തീരുമാനങ്ങളാണ് കോടതിയും കൈക്കൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ വിൽപത്ര പ്രകാരമുള്ള ഭൂമി പോക്കുവരവ് ചെയ്യാൻ പുതിയ കടമ്പകൾ വച്ചിരിക്കുകയാണ്. സബ് രജിസ്ട്രാർ ഓഫീസിൽ രജിസ്റ്റർ ചെയ്ത വിൽപത്രത്തിലെ ഭൂമി പോക്കുവരവ് ചെയ്യാൻ പോലും ഇനി അവകാശികളുടെ സമ്മതം കൂടി വേണം. രജിസ്റ്റർ ചെയ്യാത്ത വിൽപത്രത്തിന് പോലും നിയമപ്രാബല്യം ഉണ്ടായിരിക്കെയാണ് രജിസ്റ്റർ ചെയ്തതിന്റെ കാര്യത്തിൽ അക്ഷരാർത്ഥത്തിൽ ഏറെ പോക്കും വരവും വേണ്ടിവരുന്നത്. വിൽപത്രം എഴുതിയയാളുടെ മരണ സർട്ടിഫിക്കറ്റിനൊപ്പം അസൽ വിൽപത്രം, സർട്ടിഫിക്കറ്റ് കോപ്പി, ബാധ്യതാ സർട്ടിഫിക്കറ്റ്, ലിസ്റ്റ് സർട്ടിഫിക്കറ്റ് എന്നിവയടക്കം വില്ലേജ് ഓഫീസർക്ക് അപേക്ഷ നൽകിയാൽ ഭൂമി പോക്കുവരവ് ചെയ്ത് ഭൂനികുതി ഈടാക്കുന്നതാണ് നിലവിലുള്ള രീതി. ഇനി വിൽപത്രം എഴുതി വെച്ചയാളുടെ അനന്തരാവകാശ സർട്ടിഫിക്കറ്റും അപേക്ഷയ്ക്കൊപ്പം നൽകണം. ഇതിൽ പറയുന്നവർക്ക് നോട്ടീസ് അയച്ച് അവരുടെ സമ്മതം കൂടി ഉണ്ടെങ്കിലേ ഇനി പോക്കുവരവ് സാധ്യമാകൂ. വിൽപത്ര പ്രകാരമുള്ള ഭൂമിയിൽ ഇവർ അവകാശമെങ്ങാനും ഉന്നയിച്ചാൽ പോക്കുവരവ് നടപടി നിർത്തിവെക്കുകയും ഭൂനികുതി ഈടാക്കുന്നത് മരവിപ്പിക്കുകയും ചെയ്യും. ആക്ഷേപം ഉന്നയിക്കുന്നവർ കോടതിയെ സമീപിച്ചാൽ വ്യവഹാര നടപടികളിലേക്കും ഇത് നീങ്ങാൻ ഇടയുണ്ട്. ഹൈക്കോടതി അടുത്തിടെ നടത്തിയ വിധിയെ തുടർന്നാണ് വിൽപത്ര പ്രകാരമുള്ള ഭൂമി പോക്കുവരവ് ചെയ്യാൻ അവകാശികളുടെ സമ്മതവും കൂടി വേണമെന്ന് റവന്യൂ വകുപ്പ് നിർദ്ദേശം നൽകിയത്. ഏകീകൃത നിയമമില്ലാത്തതാണ് വിൽപത്ര ഭൂമിയുടെ പോക്കുവരവ് വിധിയിൽ പരാമർശിക്കാൻ ഇടയാക്കിയത്. വിൽപത്ര പ്രകാരം കിട്ടിയ വസ്തുവകകൾ പണയപ്പെടുത്തി വായ്പ നൽകുന്നതിലും ധനകാര്യ സ്ഥാപനങ്ങൾ പിടിമുറുക്കിയിട്ടുണ്ട്. വിൽപത്രം എഴുതി വെച്ചയാളുടെ അവകാശ സർട്ടിഫിക്കറ്റും അതിൽ പറയുന്നവരുടെ സമ്മതപത്രവും നൽകണമെന്ന് പോക്കുവരവ് ചെയ്ത ഭൂമിയുടെ സകല അവകാശ രേഖകളും ഹാജരാക്കുന്നവരോട് പോലും ബാങ്കുകൾ ആവശ്യപ്പെട്ടു തുടങ്ങിയെന്ന് കേൾക്കുന്നു. ജീവിതകാലം ആർജിച്ചതും കുടുംബപരമായി കിട്ടിയതുമായ സ്വത്തുക്കൾ കാലശേഷം സംരക്ഷിക്കുന്നവർക്ക് തന്നെ ലഭിക്കുന്നതിനും പിന്തുടർച്ചാ അവകാശികൾ തമ്മിൽ തർക്കമുണ്ടാകാതിരിക്കുന്നതിനുമാണ് ഭൂ ഉടമകൾ സാധാരണയായി വിൽപത്രം എഴുതി വെക്കുന്നത്. ധനനിശ്ചയം ഉൾപ്പെടെ ആധാരമായി രജിസ്റ്റർ ചെയ്താൽ സ്റ്റാമ്പ് ഡ്യൂട്ടിയും രജിസ്ട്രേഷൻ ഫീസുമായി വലിയ തുക ചെലവാകുമെന്നതും വിൽപത്രം രജിസ്റ്റർ ചെയ്യാൻ ഒരു കാരണമാണ്. ഇനി അതോടൊപ്പം തന്നെ വായ്പ എടുക്കുന്നവർക്കും വസ്തു കൈമാറ്റം ചെയ്യുന്നവർക്കും സ്ഥിരം തലവേദനയാകുന്ന മുന്നാധാരങ്ങൾ ഡിജിറ്റലായി മാറിയിരിക്കുകയാണ്. അതൊരു നല്ല വാർത്തയാണ്. ഇതിന്റെ നടപടികളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു. ഇതോടെ വസ്തു രജിസ്ട്രേഷൻ ഉൾപ്പെടെ മുന്നാധാരം തേടി ഇനി മുതൽ രജിസ്ട്രാർ ഓഫീസുകൾ കയറി ഇറങ്ങേണ്ടതില്ല. സബ് രജിസ്ട്രാർ ഓഫീസുകളിൽ 1998 മുതൽ 2018 വരെയുള്ള കാലത്തെ ആധാരങ്ങൾ ഡിജിറ്റലായി പ്രസിദ്ധീകരിക്കുന്ന പദ്ധതിയാണ് ഇപ്പോൾ നടപ്പിലായിരിക്കുന്നത്. എല്ലാ സബ് രജിസ്ട്രാർ ഓഫീസുകളിലുമുള്ള 100% ആധാരങ്ങളും വെബ്സൈറ്റിൽ ലഭ്യമാകുന്നതോടെ ഇത് സാധാരണക്കാർക്ക് കൂടുതൽ പ്രയോജനകരമാകും, സമയവും ലാഭിക്കാനാവും. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ തുടങ്ങിയ ജില്ലകളിൽ 1968 മുതലുള്ള ആധാരം രജിസ്ട്രേഷൻ ഓഫീസുകളിലുണ്ട്. രണ്ടാം ഘട്ടമായി ഇവ പൂർണ്ണമായും ഡിജിറ്റലാക്കും. ഓൺലൈനിൽ ഫീസ് അടച്ച ശേഷമാണ് ആധാരം പകർപ്പുകൾക്കുള്ള അപേക്ഷ നൽകേണ്ടത്. ബന്ധപ്പെട്ട സബ് രജിസ്ട്രാർ ഓഫീസിൽ നിന്ന് ഡിജിറ്റൽ ഒപ്പ് രേഖപ്പെടുത്തിയ ആധാരത്തിന്റെ പകർപ്പുകൾ തയ്യാറാക്കും. ഇത് അപേക്ഷകർക്ക് ഡൗൺലോഡ് ചെയ്ത് ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കാൻ കഴിയും. എന്നാൽ ഇത് സംബന്ധിച്ച് നിരവധി അവ്യക്തതകൾ നിലനിൽക്കുന്നതായി ആധാരം എഴുത്തുകാർ പറയുന്നുണ്ട്. ഡൗൺലോഡ് ചെയ്തെടുക്കുന്ന ആധാരങ്ങളുടെ കാലാവധി സംബന്ധിച്ച വിശദാംശങ്ങൾ വരേണ്ടതുണ്ടെന്നാണ് ഇവർ പറയുന്നത്. ഏതായാലും ഒരു വിൽപത്രത്തിൽ പേര് പറയുന്ന ആളുകൾക്ക് അവകാശം സ്ഥാപിക്കാൻ പണ്ടത്തെ പോലെ എളുപ്പമാകില്ല കാര്യങ്ങളെന്ന സ്ഥിതിയിലേക്ക് വന്നിരിക്കുന്നോ എന്ന് ആശങ്കപ്പെടേണ്ടിയിരിക്കുന്നു. വിൽപത്രം സംബന്ധിച്ച് നിങ്ങളുടെ സംശയങ്ങൾ പരിഹരിക്കാൻ ലക്ഷക്കണക്കിന് ആളുകൾ കണ്ട് സംശയ നിവാരണം വരുത്തിയ ടൈം മീഡിയ തന്നെ മുൻപ് പുറത്തിറക്കിയ വിൽപത്രം സമ്പൂർണ്ണ വീഡിയോ കാണാൻ മുകളിൽ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഇനി ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനമായെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണും വരെ ഏവർക്കും നന്ദി, നമസ്കാരം.